പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നിൽക്കുകയാണ്. നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സ്വഹാബാ. ഈ രണാങ്കണത്തിൽ നിന്ന് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സ്വഹാബാ. ഇന്നാര് ഷഹീദായാലും അവർക്ക് സ്വർഗമുണ്ട് സ്വഹാബാ. നബി തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ, പടച്ചവനെ, ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് കേൾക്കുമ്പോ ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമൈറേ, നിനക്കെത്ര സന്തോഷമെന്ത്? നീ എന്തിനാ കിടന്ന് തുള്ളിച്ചാടുന്നത്? നീ എന്തിനാ കിടന്ന് സന്തോഷിക്കുന്നത്? ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേട്ടില്ലേ? മാ ഹമലക അലാ ഖൗലിക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുകയാണ്. ഇന്നിവിടെ ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറയുന്നത് കേട്ടില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്ന് ഈ രണാങ്കണത്തിൽ ഷഹീദായാൽ സ്വർഗം കിട്ടുമോ നബിയെ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, നിനക്കെന്ത് സംശയം എന്തേ ഉമൈർ? ഉമൈർ തങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പഴം ഇരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നുണ്ട്. ഇന്നിവിടെ ആര് ഷഹീദായാലും അവർക്ക് സ്വർഗമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കടിക്കാനൊരു കാരക്കയെടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാ. ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കയ്യിൽ ഒരു കാരക്ക എടുത്ത് വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, ആ കാരക്കയങ്ങ് താഴെ വെക്കുകയാ. കടിക്കാനെടുത്ത കാരക്കയെടുത്ത് താഴെ വെക്കുകയാണ്. ഉമൈറെ, കടിച്ചിട്ട് പോകടാ, ഈ കാരക്കയൊന്ന് കടിച്ചിട്ട് പോ. ഉമൈർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, അർജു അൻ അകൂന മിൻ അഹ്ലിഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് ആ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടണം നബിയേ. എനിക്കൊരു കാരക്ക കഴിക്കുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിൽ നിൽക്കാൻ വയ്യ, എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പടച്ചവനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ നിന്ന് രണാങ്കണത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ ഷഹീദായെന്ന് ചരിത്രം പറയുമ്പോ, വാപ്പാ, ഒരു നല്ല കാര്യം നിന്റെ മുമ്പിൽ പറഞ്ഞു തന്നു. അതിന്റെ പ്രതിഫലം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കാൻ നിൽക്കരുത്. ഏതുപോലെയെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരുമകനാണല്ലോ. അലിയാർ തങ്ങളുടെ ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെ ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് ചില ഭക്ഷണം കഴിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ടാകുമല്ലോ. അതുകൊണ്ട് ഫാത്തിമ പറഞ്ഞു, അലിയേ, എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണം അലിയേ, ഞാൻ ഗർഭിണിയാണ്, അതുകൊണ്ട് എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പടച്ചവനെ, അലിയാര് തങ്ങളോട് തന്റെ മോഹം പറയുമ്പോ അലിയാര് തങ്ങൾ അതാ റുമ്മാമ്പഴം വാങ്ങാൻ പോവുകയാണ്. അവിടെ നിന്നൊരു റുമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഒരു പാവപ്പെട്ടവൻ വന്നു പറഞ്ഞു, അലിയേ, വിശക്കുന്നു അലിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി അലിയേ, എന്തെങ്കിലും തന്ന് സഹായിക്കണേ അലിയേ. അലിയാർ തങ്ങൾ ചിന്തിക്കുകയാണ്, തൻ്റെ കയ്യിലൊന്നുമില്ല, ആകെ ഇരിക്കുന്നത് ഫാത്തിമ എന്ന ഗർഭിണിയായ ഭാര്യയ്ക്ക് കൊടുക്കാൻ.
വാങ്ങിച്ചിരിക്കുന്ന ഒരു റുമ്മാമ്പഴമാണ്. പടച്ചവനെ എന്തു ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അലിയേ, ഒന്നിനു 10 ഇരട്ടി അല്ലാഹു തരും അലിയേ. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഉസ്താദന്മാര് ബക്കറ്റ് മുമ്പിൽ കടന്നു വരുമ്പോ പറയുമല്ലോ, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും, അപകടങ്ങളെ തട്ടിമാറ്റും. കൊടുക്കാൻ പറയുമ്പോൾ ആരെങ്കിലും കൊടുക്കുന്നു എന്ന് നോക്കുന്നവരാണ് നമ്മളിൽ പലരും. പടച്ചവനെ ബക്കറ്റുമായി വരുന്നവന്റെ മുഖത്ത് പോലും നോക്കാത്തവരാണ് നമ്മളിൽ പലരും. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമയ്ക്ക് കൊടുക്കാൻ റുമ്മാമ്പഴവുമായിട്ട് വരുമ്പോഴാ ആ മനുഷ്യൻ പറഞ്ഞു, അലിയേ, ഒന്നിനു 10 ഇരട്ടി അല്ലാഹു തരും അലിയേ. ആ പ്രതിഫലം അങ്ങ് കേൾക്കുമ്പോ ഗർഭിണിയാണ്, ഭാര്യയ്ക്കുള്ളതാണൊന്നും ചിന്തിച്ചില്ലടോ. പ്രതിഫലം കേൾക്കുമ്പോൾ അലിയാര് തങ്ങളാ പഴമെടുത്തു കൊടുക്കുകയാ. ഇതാണടോ നമുക്ക് വേണ്ട സ്വഭാവം, ഈ ഗുണമാണ് നമുക്ക് വേണ്ടത്. ആലിയാര് തങ്ങൾക്ക് അല്ലാഹു വെറും കയ്യോടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമയുടെ മുമ്പിൽ ഒരു കൊട്ട നിറയെ അല്ലാഹു റുമ്മാമ്പഴം കൊടുത്തു എന്ന് ചരിത്രം പറയുകയാ. അതുകൊണ്ട് പടച്ചവന് ഈ മജ്‌ലിസിൽ കടന്നു വന്നവരോട് പറയുകയാ, നമ്മൾ നന്മയാണ് ചെയ്യേണ്ടത്, നല്ല കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്കല്ല, ദുനിയാവിന്റെ കാര്യങ്ങൾക്കല്ല. അല്ലാഹുവേ, നന്മകൾക്ക് വേണ്ടി നമ്മൾ മത്സരിക്കുന്നവരാകണം. ഏതുപോലെ എന്നറിയുമോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് കടന്നു പോവുകയാണ്. എല്ലാവരും പോകുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളും തന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഉമറിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ. ഉമർ തങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ. എന്താണ് ചിന്തയെന്നറിയുമോ? അബൂബക്കറിനെ പരാജയപ്പെടുത്തണമല്ലാ. ഒരിക്കലെങ്കിലും എനിക്ക് അബൂബക്കറിനെ ഒന്ന് പരാജയപ്പെടുത്തണം തമ്പുരാര്. കാരണം എന്തു പറഞ്ഞാലും അബൂബക്കറാണ്. ഏത് നന്മയിലും നാമൻ അബൂബക്കറാണ്. എന്ത് വിഷയത്തിലും അബൂബക്കറാണ് ഒന്നാമനാകുന്നത്. എന്നും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. സ്വഹാബാ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ സഹാബാ? നബി തങ്ങൾ ചോദിക്കുമ്പോ അബൂബക്കർ തങ്ങൾ എഴുന്നേൽക്കുകയാണ്. ഞാനുണ്ട് നബിയേ, എനിക്കിന്ന് നോമ്പാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുകയാണ്, ഇന്ന് സദഖ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. ഇന്ന് രോഗസന്ദർശനം നടത്തി ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. പടച്ചവനെ, ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. ചോദിക്കുന്നത് അസർ കഴിഞ്ഞിട്ടല്ല, സുബഹി കഴിഞ്ഞിട്ടാ. പടച്ചവനെ, അതാ അബൂബക്കർ തങ്ങളാണ് എന്നും ഒന്നാമനാകുന്നത്. അതുകൊണ്ട് എനിക്ക് പരാജയപ്പെടുത്തണം. പള്ളിക്കമ്മിറ്റിയിൽ കയറാനല്ല, അധികാരത്തിന്റെ സോപാനങ്ങളിൽ കയറാനല്ല. പടച്ചവനെ, അതാ സദഖയുടെ വിഷയത്തില്, നന്മയുടെ വിഷയത്തില് എനിക്കൊന്നെങ്കിലും ഒന്നാമനാകണം പടച്ചവന്. അതാ ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. തന്റെ സമ്പാദ്യം 2 വിഭാഗമാക്കുകയാണ്, 2 വിഭാഗമാക്കി മാറ്റിവെക്കുകയാണ്. എന്നിട്ട് തന്റെ സമ്പത്തിന്റെ പകുതി എടുക്കുകയാ. അല്ലാഹുവേ, ഉമർ തങ്ങൾ ചിന്തിച്ചു, പടച്ചവനെ, ഇതുപോലെ ഒരാളും കൊണ്ടുവന്ന് കൊടുക്കൂല. എന്തായാലും അബൂബക്കർ പരാജയപ്പെടും. ഈ പ്രാവശ്യം ഞാൻ വിജയിക്കും. തന്റെ സമ്പത്തിന്റെ പകുതി എടുത്തുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ
ചോദിച്ചു ഉമർ അല്ലാഹുവേ നബി തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോ പറയുകയാ എന്റെ സമ്പത്തിന്റെ പകുതി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തരുന്നു നബിയേ നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാണ് ഉമർ തങ്ങൾക്ക് വലിയ സന്തോഷമായി മാറി നിൽക്കുകയാണ് ഓരോ സ്വഹാബികളും അവരവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഉമർ തങ്ങളെ നോക്കുകയാ അബൂബക്കർ വിട് ഏറ്റവും അവസാനമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത് ഉമർ തങ്ങൾ നോക്കുമ്പോ ഒരു ചെറിയ പൊതിയാണ് കയ്യിലിരിക്കുന്നത് ഉമർ തങ്ങൾക്ക് സന്തോഷമായി ഓടി വരികയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാ അബൂബക്കർ തങ്ങൾ ചെറിയ ഒരു ഹദിയയുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു അബൂബക്കർ ഇനി വീട്ടിൽ എന്തുണ്ട് അബൂബക്കർ എന്താണ് നീ ബാക്കി വെച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ യാ റസൂലല്ലാഹ് അല്ലാഹും അവന്റെ പ്രവാചകനുമല്ലാതെ ഇനി ഒന്നുമില്ല നബിയേ തന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുകയാ അവിടെയും അബൂബക്കറാണ് വിജയിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ വാഴ്ച കേൾക്കാമെന്നവരോട് പറയുകയാ നമുക്കുമൊന്ന് മത്സരിക്കാൻ കഴിയുമോ നമുക്കുമൊന്ന് മത്സരിക്കാൻ കഴിയുമോ പടച്ചവനെ ഒരു നന്മയുടെ വിഷയത്തിൽ നമുക്കുമൊന്ന് മത്സരിക്കാമടോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ ഒരു നല്ല കാര്യം പറഞ്ഞാ അത് ചെയ്യാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരാ ആരാട് പറഞ്ഞു തരുന്നതെന്നറിയുമോ മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാരമകള് അതാ ഒരു നന്മ പറഞ്ഞു തരികയാണ് അലിയാര് തങ്ങളാണ് പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവര് അതാ ഒരു ദിവസം അലിയാര് തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖമങ്ങ് വാടിയിരിക്കുകയാ ഫാത്തിമയുടെ മുഖമങ്ങ് വാടിയിരിക്കുകയാണ് വല്ലാത്ത സങ്കടത്തിലാണ് ഫാത്തിമ ഇരിക്കുന്നത് അലിയാര് തങ്ങൾ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു ഫാത്തിമ എന്തു പറ്റി ഫാത്തിമ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ കൈയെടുത്ത് കാണിച്ചു കൊടുക്കുകയാ പടച്ചവനേ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ രണ്ട് കൈയും അവിടുന്ന് പൊട്ടിയിരിക്കുകയാ ആട്ടുകല്ല് പിടിച്ചിട്ട് പടച്ചവനെ എന്തേ കാരണമെന്നറിയുമോ അലിയാര് തങ്ങൾ പാവപ്പെട്ടവനാ പടച്ചവനെ അതാ മാവ് പൊടിച്ചിട്ട് ഗോതമ്പ് പൊടിച്ചിട്ട് അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് അലിയാര് തങ്ങളും ഫാത്തിമ ബീബിയും കഴിയുന്നത് പടച്ചവനെ എപ്പോഴും മാവ് പൊടിക്കുന്നതിന് വേണ്ടി കൈകൊണ്ടിങ്ങനെ കല്ല് പിടിക്കുകയാ ആ കല്ല് പിടിച്ചിട്ടാണ് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുന്നത് പടച്ചവനെ നമ്മൾ ചിന്തിക്കും ഉസ്താദ് എങ്ങനെയാ കൈ പൊട്ടുക എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ ഫാത്തിമ ബീബിക്ക് ഹസനും ഹുസൈനും എന്ന് പറയുന്ന രണ്ട് ചെറിയ മക്കളാണുള്ളത് രണ്ടുപേരും ഒരു വയസ്സിന്റെ വ്യത്യാസമാണ് രണ്ടുപേർക്കും ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ ആ ഒരു വയസ്സിന്റെ വ്യത്യാസമുള്ള മക്കളെ എങ്ങനെയാ ഫാത്തിമ വളർത്തിയതെന്നറിയുവോ തൊട്ടിലിൽ കിടന്ന് കരഞ്ഞ ഫാത്തിമ ബീബി ഒരു കയറ് കെട്ടിയിട്ടിരിക്കുകയാ തന്റെ കാലിൽ ഒരു കയറ് കെട്ടിയിട്ടിരിക്കുകയാണ് മക്കള് കരഞ്ഞ കാലുകൊണ്ടാട്ടിയിട്ടാണ് ഫാത്തിമ തന്റെ മക്കളെ ഉറക്കിയിരുന്നത് കാരണം അതുപോലെ ജോലിയാണ് അങ്ങനെ ജോലി ചെയ്ത കല്ല് പിടിച്ചിട്ട് രണ്ട് കൈയും പൊട്ടിയ സങ്കടമാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ ഭർത്താവായ അലിയാര് തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് അലിയാര് തങ്ങൾക്ക് സങ്കടമായി രണ്ടുപേർക്കും സങ്കടമായി
അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഞാനൊരു വഴി പറഞ്ഞു തരാ, നിന്റെ പ്രയാസം മാറാ, നിന്റെ ബുദ്ധിമുട്ടുകൾ മാറാ, ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ. എന്തേ അലിയേ? അലിയാര് തങ്ങൾ തന്റെ ഫാത്തിമയോട് പറയുകയാണ്, നീ നാളെ നിന്റെ വാപ്പാടെ മുമ്പിലേക്ക് കടന്നു ചെല്ലണം. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന നിന്റെ പിതാവിന്റെ മുമ്പിൽ ചെന്നിട്ട് നിന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് നിന്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് നീ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയണം, ബാപ്പാ എനിക്കൊരടിമയെ വേണം ബാപ്പാ. ഒരടിമയെ നീ ചെന്ന് ചോദിച്ചാൽ ഒരുപാട് അടിമകൾ നബി തങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നീ ചോദിച്ചാ ഉറപ്പായിട്ടും തരും ഫാത്തിമ. ഒരടിമയെ ലഭിച്ചാ നിനക്ക് സഹായമാകുമല്ലോ. ഫാത്തിമ ചിന്തിച്ചു, ശരിയാണല്ലോ. പടച്ചവനെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ജോലിയൊക്കെ കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന പിതാവിനെ കാണാൻ പോവുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു യാത്ര പോയിരിക്കുകയാ. നബി തങ്ങൾ ഒരു യാത്ര പോയിരിക്കുകയാ. ഫാത്തിമയ്ക്ക് സങ്കടമായി. ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പടച്ചവനെ തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് ഫാത്തിമ സങ്കടം പറയുകയാ. വീട്ടു ജോലിയെ കുറിച്ച് പറയുകയാ. ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസങ്ങളെ കുറിച്ച് പറയുകയാ. ഫാത്തിമ ബീവി പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സങ്കടം വരികയാ. ഫാത്തിമ പറഞ്ഞു, ഉമ്മ വാപ്പ വരുമ്പോ പറയണേ എനിക്കൊരടിമയെ വാങ്ങിത്തരണമേ, എനിക്കൊരടിമയെ തരാൻ പറയണം. ഉമ്മയോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ സമാധാനത്തോടെ തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പടച്ചവനെ അന്ന് രാത്രിയിലാണ് നബി തങ്ങൾ വരുന്നത്. ഒരുപാട് താമസിച്ചിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് താമസിച്ചിട്ടാണ് നബി തങ്ങൾ വന്നത്. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു, നബിയേ ഫാത്തിമ വന്നിരുന്നു നബിയേ, വലിയ സങ്കടത്തിലാ നബിയേ, ഫാത്തിമയുടെ കൈ രണ്ടും പൊട്ടിയിട്ടുണ്ട് നബിയേ. ഫാത്തിമയെ കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് വിശദീകരിക്കുമ്പോ കരളിന്റെ കഷ്ടമായ പൊന്നാര നബി തങ്ങളെ സ്നേഹിച്ചിരുന്ന ഫാത്തിമ, നബി തങ്ങൾക്ക് സമാധാനം കിട്ടിയില്ലടോ. ആ രാത്രിയിൽ തന്നെ നബി തങ്ങളെ ഇറങ്ങുകയാണ്. എനിക്കെന്റെ പൊന്നുമോളെ കാണണം, എനിക്കെന്റെ പൊന്നുമോളെ കാണണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങനെ ഫാത്തിമ ബീബിയുടെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ കടന്നു ചെല്ലുകയാണ്. നബി തങ്ങൾ സലാം പറഞ്ഞു. വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ രണ്ടുപേരും കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇരിക്കു ഫാത്തിമ, ഇരിക്കലിയേ. രണ്ടുപേരെയും പിടിച്ചിരുത്തുകയാണ്. അവരുടെ മുമ്പിൽ അവരുടെ മധ്യഭാഗത്ത് നബി തങ്ങൾ ഇരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബിയുടെ കൈ പിടിച്ചു നോക്കുകയാ. ജോലി ചെയ്ത് കൈയൊക്കെ പൊട്ടിയിരിക്കുന്ന പൊന്നാര മകളെ കൈ പിടിച്ചിട്ട് പ്രവാചകൻ തയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് തലോടുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? പെൺമക്കളുള്ള പിതാക്കന്മാരെ, നിങ്ങൾക്ക് വേണ്ട ഒരു സ്വഭാവം ഇതാണ്. പെൺകുട്ടികളുള്ള പിതാക്കന്മാര് പഠിക്കേണ്ട ഒരു പാഠമാണ്. ഒരു വാപ്പ എങ്ങനെയാകണം, ഒരു വാപ്പ എങ്ങനെയാകണം. നിന്നെ പോലെ നിന്റെ മരുമകന് സമ്പത്തുണ്ടാകണമെന്നില്ല, സൗകര്യമുണ്ടാകണമെന്നില്ല, കൊട്ടാരം പോലെയുള്ള വീടുണ്ടാകണമെന്നില്ല. പാവപ്പെട്ടവനാകാ, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവനാകാ. പടച്ചവനെ ആ പാവപ്പെട്ടവന്റെ വീട്ടിലെ പ്രയാസങ്ങളെ കുറിച്ച് പൊന്നാര മകള് സങ്കടം പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാ. നബി
നബിതങ്ങളെ പഠിപ്പിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫാത്തിമ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്ന് നിനക്കറിയുമോ ഫാത്തിമ? ഇല്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, പടച്ചവനെ വാപ്പാ, നീ നിന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കണേ, നിന്റെ പെൺമക്കളോട് നീ പറഞ്ഞു കൊടുക്കണേ. നിന്റെ പെൺമക്കള് വീട്ടുജോലിയുടെ കാര്യങ്ങൾ നിന്റെ അടുക്കൽ പറഞ്ഞ് കരയുമ്പോ പറഞ്ഞു കൊടുക്കേണ്ട ഒരു നന്മയാണ്. അല്ലാഹുവേ, കൊട്ടുകാടിന്റെ പരിസരത്തുള്ള ഉമ്മമാരെ, ഭർത്താവിന്റെ വീടിന്റെ അടുക്കളയ്ക്കകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന പെങ്ങള്, സങ്കടപ്പെടുന്ന പെങ്ങള്, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ആ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് പുക കൊള്ളുന്നവളല്ലേ, ചൂടനുഭവിക്കുന്നവളല്ലേ പെങ്ങളെ, നട്ടുച്ച സമയത്ത് ആ തീയുടെ ചുവട്ടിൽ കിടന്ന് ജോലി ചെയ്യുമ്പോ നിന്റെ ശരീരം വിയർക്കുമല്ലോ. വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലൂടെ ഒഴുകുമല്ലോ പെങ്ങളെ. വല്ലാത്ത ചൂടല്ലേ, വല്ലാത്ത പ്രയാസമല്ലേ. എങ്കിലാ വിയർപ്പ് തുള്ളി നിനക്ക് നഷ്ടമാകില്ല. ആ അടുക്കളയിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു പെണ്ണ് തന്റെ ഭർത്താവിനൊക്കും മക്കൾക്കും ഭക്ഷണം വെക്കുമ്പോ ഒരു തുള്ളി വിയർപ്പ് നിന്റെ ശരീരത്തിൽ നിന്ന് താഴെ വീണ വഖൂദുഹന്നാസു വൽഹിജാറ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ. ആ നരകത്തിന്റെ തീയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാറുള്ള വഴിയാ പെങ്ങളെ. ആ അടുപ്പിന്റെ ചുവട്ടിൽ കടന്ന് തീ കൊള്ളുന്ന ഉമ്മ, അത് വെറുതെയാകില്ല, അത് വെറുതെയാകില്ല. അത് നിനക്ക് നരകമോചനം കിട്ടാറുള്ള ഒരു നന്മയാണ്, ഒരു കാരണമാണ് പെങ്ങളെ. എന്ത് ചെയ്താലും പരാതി പറയുന്നവരുണ്ടല്ലോ. ഭർത്താവിന്റെ തുണി കഴുകിയാൽ, വീട് തൂത്താൽ, മക്കളെ നോക്കിയാൽ, ഗർഭം ചുമന്നാൽ, പാല് കൊടുത്താൽ, എല്ലാത്തിനും സങ്കടം പറയുന്ന പെണ്ണെ. ഒരു പെണ്ണതാ പ്രസവിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയാൽ, ഒരു പെണ്ണ് പ്രസവത്തിന്റെ വേളയിൽ മരണപ്പെട്ടു പോയാ അവൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ തന്റെ പൊന്നാര മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മ, നിനക്ക് ജിഹാദിന്റെ കൂലിയാ. എന്ത് ചെയ്താലും പ്രതിഫലമാണോ. പക്ഷേ ഇന്ന് സമുദായത്തിനറിയില്ല കുടുംബജീവിതത്തിന്റെ വില എന്താണെന്ന്, കുടുംബജീവിതത്തിന്റെ മഹത്വം എന്താണെന്ന്. തമ്മി തല്ലാനേ അറിയൂ, പരസ്പരം കേസ് കൊടുക്കാനേ അറിയൂ, കണ്ടാ മുഖം തിരിച്ച് നടക്കാനേ അറിയൂ. വാപ്പാ, ഇന്ന് വാഴ്ത് കഴിഞ്ഞിവിടന്ന് ഇറങ്ങി പോകുമ്പോ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു പോയി, മുടിയൊക്കെ നരച്ചു പോയി, 50ഉം 60ഉം വയസ്സായില്ലേ. നിനക്കറിയുമോ, വാഴ്ന്നു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ ആ പിടിച്ച കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാടാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ഇന്ന് വഴുത് കഴിഞ്ഞ് പോകുമ്പോൾ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കാൻ പറ്റുമോ? നീ വേറൊന്നും വേണ്ട, ആ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു നിങ്ങളുടെ 2 പേരുടെയും പാപം പുറത്തു തരുമെന്ന് നബിയന റസൂലുള്ളാഹി.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. നീ കണ്ടവൻ്റെ ഭാര്യയെ നോക്കി ചിരിക്കും, എന്നാലും നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കൂല. റോഡെ വരുന്നവനെയും പോകുന്നവനെയും എല്ലാവർക്കും പുഞ്ചിരി, വീട്ടിൽ പോകുമ്പോഴോ കടന്തൽ കുത്തിയതുപോലെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാക്കുമാറാകട്ടെ. വാപ്പ എങ്ങനെ ആകണം? കുടുംബജീവിതത്തിൽ വഴക്കും ബഹളും അടിയൊക്കെ ഉണ്ടാകും. മകളിങ്ങോട്ട് വിളിച്ചിട്ട് പറയും, ഭർത്താവിൻ്റെ വീട്ടിൽ പ്രയാസം, മോളെ എല്ലാം ഭാര്യ കെട്ടിക്കോ, അതോ വണ്ടി വരുന്നുണ്ട് കയറിക്കോ. അത് ആണത്തോ ആണെന്നാ വിചാരിക്കുന്നേ? അല്ല. ഒരു വാപ്പയുടെ സ്ഥാനത്ത് നിൽക്കണം, മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഇന്ന് കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാ. തലാക്ക് പരസ്പരം യത്തീമായി പോകുന്നു. എത്രയോ മക്കൾ, എത്രയോ പെണ്ണുങ്ങൾ വിധവകളായി പോകുന്നു. എന്തിൻ്റെ പേരിലാ? വാശിയടോ എല്ലാത്തിനും. എടോ, ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ കുടുംബക്കാർ സമ്മതിക്കൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പെണ്ണിൻ്റെ വാപ്പ, പെണ്ണിൻ്റെ ഉമ്മ, പയ്യൻ്റെ ഉമ്മ, വാശി എല്ലാത്തിനും. അവരുടെ വാശിയുടെ മുമ്പിലാണ് ആ പാവങ്ങൾ മരിച്ചു പോകുന്നു. ഭീഷണിപ്പെടുത്തുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരൊക്കെ എത്ര അനുഭവങ്ങളാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഇരിക്കാത്ത ആളാ. അവസാനം നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇന്നൊരു മസ്ലഹത്തുണ്ടിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു ഭാര്യയും പറഞ്ഞു, കാരണം ഒന്നും വേണ്ടടോ. ഈ അടുത്ത് ഒരു പെണ്ണ് കുളിക്കാൻ പോയി. ഒരു പെണ്ണ് കുളിക്കാൻ പോയപ്പോൾ എന്നും ഇവളൊരു സോപ്പ് കൊണ്ടുപോയി കുളിക്കും. കുളി കഴിഞ്ഞിട്ട് ഈ സോപ്പ് കൊണ്ടുവന്ന് റൂമിൽ വെക്കും, ബാത്റൂമിൽ വെക്കില്ല. സ്ഥിരമായിട്ട് ആ കുട്ടി അങ്ങനെ. കാരണം ചില കുട്ടികൾ എന്താ, എൻ്റെ സോപ്പ് വേറെ ആരും ഉപയോഗിക്കണ്ട എന്നുള്ളതിൽ. പക്ഷെ ഇങ്ങനെ സോപ്പുമായിട്ട് തിരിച്ചു വരുന്നത് ഭർത്താവിൻ്റെ സഹോദരി കണ്ടു. പടച്ചവനെ, അത് കാരണം ആ ബന്ധം പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു സോപ്പ് കാരണം കുടുംബജീവിതം പിരിഞ്ഞടോ. എടുത്ത് എൻ്റെ വഴുത് കേൾക്കാൻ വരുന്ന കൊണ്ടോട്ടിയിലുള്ളൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ കല്യാണം വരണമെന്ന്. ഞാൻ പോകാൻ പറ്റിയില്ല. കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ കണ്ടപ്പം പറഞ്ഞു, എടാ നിൻ്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല കേട്ടോ, തിരക്കായി പോയി. ഉസ്താദെ അതൊക്കെ എല്ലാം കഴിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഒന്നാമത്തെ ബർത്ത്ഡേക്ക് ഇവൻ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, അവളുടെ പണി നോക്കിപ്പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാത്തത് കാരണം പോയടോ ഇതവസ്ഥ. ഞാൻ പള്ളിയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദെ ലാസ്റ്റ് ചർച്ചയാ, രണ്ടുപേരും കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങാനുള്ള എഴുത്തുകുത്തൽ നടക്കാൻ പോകാം, ഒന്ന് വരാൻ പറഞ്ഞു. കഷ്ടകാലത്ത് ഞാൻ അവിടെ പോയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചെല്ലുമ്പോൾ 40ഓളം 35 പേരുണ്ട്, 2 ഫാമിലിയിൽ നിന്നും. എന്നാ ബഹളമെന്നറിയോ? അപ്പോൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്താ ഒന്നും മിണ്ടാത്തേന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ആരോടും സംസാരിക്കണ്ട, ഈ പയ്യനോടും പെണ്ണിനോടും ഒരു 5 മിനിറ്റ് സംസാരിക്കണം. അത് പറ്റൂല എന്നാ പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അവസാനം പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞു പറ്റൂല. അപ്പൊ പയ്യന്റെ വീട്ടുകാർ എൻ്റെ കൂടെ കൂടി, ഉസ്താദിന് എന്താ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല, അവര് സംസാരിക്കാൻ അനുവാദം തന്നു. അവസാനം ഈ പെണ്ണിനെയും പയ്യനെയും വിളിച്ചുകൊണ്ട് മദ്രസയുടെ മുകളിൽ പോയി ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നമെന്ന്. ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനങ്ങോട്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. പടച്ചവനെ, ഇടിയാണോ കാറ്റാണോ മിന്നലാണെന്ന് അറിയില്ല. അങ്ങോട്ട് തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഒരു ഉസ്താദാണ് മുമ്പിൽ ഇരിക്കുന്നത് പോലും അവർ പരിഗണിച്ചില്ല. ഞാൻ മിണ്ടാതെ ഇരുന്നു, എന്തായാലും കത്തി തീരട്ടെ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 10-20 മിനിറ്റ് നേരം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനിടയിൽ അടിയൊക്കെ നടന്നു. പടച്ചവനെ, എല്ലാം കഴിഞ്ഞ് കാറ്റും മഴയും കഴിഞ്ഞ പോലെ രണ്ടുപേരും ശാന്തമായി. ഞാൻ ചോദിച്ചു, എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഇനിയൊരു അവസരം കൊടുത്തുകൂടെ? ഇവളുടെ കൂടെ ഒന്നാലും ഞാൻ ജീവിക്കൊരു ഉസ്താദേ. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയായി. അവസാനം എന്തു പറഞ്ഞാലും ഇവർ രണ്ടുപേരും പിരിയാൻ തന്നെ തീരുമാനിച്ചു. ഇവർക്കൊരു ചെറിയ മകനുണ്ട്. ഞാൻ ഇറങ്ങാൻ സമയമായപ്പോൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഈ റൂമിൻ്റെ വെളിയിൽ നിന്ന് താഴെ ചെന്നാൽ നിങ്ങൾ രണ്ടുപേരും പിരിയുകയാണ്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് പൊരുത്തം ചോദിക്കാൻ അവസരമില്ല. അതുകൊണ്ട് പിരിയുന്നതിന് മുമ്പ് രണ്ടുപേരും കുറേ കാലം ജീവിച്ചതല്ലേ, പല പോരായ്മകളും വന്നു പോയിട്ടുണ്ടാകാം, നിങ്ങളൊന്ന് പൊരുത്തം ചോദിച്ചിട്ട് പിരിയാൻ പറഞ്ഞു. ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങാൻ, നിങ്ങൾ പൊരുത്തം ചോദിച്ചോളാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റൂമിൻ്റെ വെളിയിലിറങ്ങി കുറച്ച് കഴിഞ്ഞ് കയറി വന്നപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ടെന്ന് കരഞ്ഞിട്ട് പറയുക, ഞങ്ങളെ പിരിപ്പിക്കരുത്, ഞങ്ങൾക്ക് ജീവിക്കണമെന്ന്. ഞാൻ അവർക്ക് കൊടുത്ത ഒരു ഉപദേശമുണ്ട്, ഇതിലേ ഇറങ്ങി ബൈക്ക് എടുത്തിട്ട് എവിടെയെങ്കിലും പോയി വല്ല വാടക വീടോ ലോഡ്ജോ എടുത്ത് താമസിക്ക്, വീട്ടിൽ മാത്രം പോകരുത്. അള്ളാഹുവിൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവർ രണ്ടുപേരും ഇറങ്ങിപ്പോയി. അപ്പോഴും താഴെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാ. ഇതാടോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകളോട് പറഞ്ഞു കൊടുക്കുക, ഭർത്താവിന്റെ വീട്ടിലെ ജോലിയുടെ പ്രയാസങ്ങളെ കുറിച്ച് സങ്കടം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകനതാ അവിടുന്ന് ഓരോന്നായി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ അടിമയെ വേണമെന്ന് പറഞ്ഞല്ലോ, അടിമയെ വേണം
വേണമെന്ന് പറഞ്ഞല്ലോ ഫാത്തിമ. ആ അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? എനിക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ ഒരടിമയെ വേണമെന്നല്ലേ നീ ചോദിച്ചത്? അതിനേക്കാളും നിനക്ക് നന്മ കിട്ടുന്ന, അതിനേക്കാളും പ്രയോജനം ചെയ്യുന്ന ഒരു നല്ല കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ പറഞ്ഞുതാ ബാപ്പാ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഫാത്തിമ ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 3 ദിക്ർ നീ പറയണേ ഫാത്തിമ. ഇത് അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ആഖിറത്തിൽ പ്രയോജനമുള്ളതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മ പറഞ്ഞു കൊടുക്കുകയാണ്. ഫാത്തിമ പറയുകയാ, മരിക്കുന്ന ദിവസം ഞാനത് പറഞ്ഞിട്ടാണ് മരിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറയുകയാണ്, എന്റെ പിതാവെന്ന് രാത്രിയിൽ പറഞ്ഞു തന്ന ഒരു നന്മയുണ്ടല്ലോ, പടച്ചവനെ ഞാൻ മരിക്കുന്ന ദിവസം വരെ പറയുമായിരുന്നു. അലിയാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ അവിടെ നിന്ന് പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. ഞാനും അങ്ങനെ തന്നെയാണ്. അന്ന് രാത്രി നബി തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്ർ പറയണേ എന്ന് അന്ന് രാത്രിയിൽ എൻ്റെ മുത്തുനബി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് മരിക്കുന്ന കാലം വരെ ഞാനും മുടക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്കുമൊന്ന് നന്മ ചെയ്യാം, നമുക്കുമൊന്ന് മത്സരിക്കാമടോ. ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാ, ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 4 കാര്യം ചെയ്യാതെ ഉറങ്ങല്ലേ, 4 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്, 4 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. ഒരുപാട് കഷ്ടപ്പാടുള്ള കാര്യമല്ല, ഉറക്ക വഴിയേണ്ട കാര്യമല്ല, പൈസ ചെലവുള്ള കാര്യമല്ല. പടച്ചവനെ, നമുക്ക് അതാ കിടക്കുന്നതിന് വേണ്ടി അതാ കിടപ്പറയിലേക്ക് കടന്നു ചെന്നു ആ ബെഡിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 4 കാര്യം പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത്.